ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA കമ്പൽസറി പേപ്പറായ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം നിങ്ങൾക്ക് മലയാളം പെയ്ഡ് നോട്ട്സ് ഉണ്ട്, അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പം വീഡിയോസിലൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ വാട്സപ്പിൽ വന്നാൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ. ഞാനിന്ന് കാര്യമായിട്ട് പറയുന്നത് ബ്ലോക്ക് 2 രണ്ടാമത്തെ യൂണിറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് കേട്ടോ. ഇവിടെ ചോദിക്കും വാട്ട് ആർ ദ അല്ലെങ്കിൽ വിച്ച് ആർ ദ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, ഭൗമ പരിസ്ഥിതി ആവാസ വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്നാണ്. ഭൗമ പരിസ്ഥിതി ആവാസ വ്യവസ്ഥകൾ 4 തരത്തിലുണ്ട്, 4 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം, തുന്ദ്ര എക്കോസിസ്റ്റം, ഡെസേർട്ട് എക്കോസിസ്റ്റം. അതായത് വന ആവാസ വ്യവസ്ഥ, പുൽമേട് ആവാസ വ്യവസ്ഥ, തണുപ്പ് കൂടിയ ആവാസ വ്യവസ്ഥ, മരുഭൂമി ആവാസ വ്യവസ്ഥ. ഇതിൽ ഓരോന്ന് 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്ന് എഴുതാം. അല്ല ഒന്നിച്ച് 4 മാർക്കിനാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് ഓരോന്നും വിശദീകരിച്ച് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. 2 മാർക്കിനാണെങ്കിൽ അതങ്ങനെ 4 എഴുതി വെച്ചാൽ മതി. അപ്പോൾ നോക്കുക, എന്താണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം? വന ആവാസ വ്യവസ്ഥ. വന ആവാസ വ്യവസ്ഥയിൽ മിതശീതോഷ്ണ ഇലപൊഴിയും വനങ്ങൾ, തോട്ടം വനങ്ങൾ, ഉഷ്ണമേഖല മഴക്കാടുകൾ എന്നിവയാണ് ഉൾപ്പെടുന്നത്. വന ആവാസ വ്യവസ്ഥയെ അവയുടെ കാലാവസ്ഥ തരമനുസരിച്ച് ഉഷ്ണമേഖല, മിതശീതോഷ്ണ മേഖല എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഇവിടെ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ അടങ്ങിയിരിക്കും. ഇതിൽ ഉഷ്ണമേഖല മഴക്കാടുകളിൽ. പിന്നെ ഉഷ്ണമേഖല ആവാസ വ്യവസ്ഥയിൽ മറ്റ് ആവാസ വ്യവസ്ഥയെ അപേക്ഷിച്ച് വ്യത്യസ്ത തരം സസ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. മിതശീതോഷ്ണ പ്രദേശങ്ങളിൽ ആവാസ വ്യവസ്ഥ ദേവദാരു വൃക്ഷങ്ങളോ ഇലപൊഴിയും വനങ്ങളോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ ചേർന്നിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് സസ്യജന്തുജാലങ്ങൾക്ക് അഭയം നൽകുന്നത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭൗമ ആവാസ വ്യവസ്ഥയാണ് ഏത്? വന ആവാസ വ്യവസ്ഥ. ഇനി രണ്ടാമത്തതിൽ വരുന്നത് ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റമാണ്, പുൽമേട് ആവാസ വ്യവസ്ഥ. പുൽമേടുകളിലാണ് ഏറ്റവും പ്രബലമായ സസ്യജാലങ്ങൾ. അതുപോലെ ഇത്തരത്തിൽ പരിസ്ഥിതി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് രൂപപ്പെടുന്നതാണ്. പിന്നെ ആന, ജിറാഫ്, സിംഹം സീബ്ര തുടങ്ങിയ ധാരാളം വന്യമൃഗങ്ങൾക്കൊരു അഭയകേന്ദ്രമാണ് ഇത് ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ പുൽമേട് ആവാസ വ്യവസ്ഥ. ഇത് കൂടുതലും തണുപ്പുള്ള മേഖലകളിലാണ് കണ്ടുവരുന്നത്. 2 തരം പുൽമേട് ആവാസ വ്യവസ്ഥകളുണ്ട്. ഒന്ന് ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സ് അല്ലെങ്കിൽ ഉഷ്ണമേഖല പുൽമേടുകൾ. 2 ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ് അഥവാ മിതശീതോഷ്ണ മേഖല. വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഈ പുൽമേട് ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാവുക. അർദ്ധവരണ്ട കാലാവസ്ഥയാണ് അവിടെ കാണാൻ കഴിയുക. ഇനി ഡെസേർട്ട് എക്കോസിസ്റ്റമാണ്, ആവാസ വ്യവസ്ഥ. മരുഭൂമിയിലെ ആവാസ വ്യവസ്ഥകൾക്കിടയിലെ പൊതുവായ സവിശേഷതയാണ് കുറഞ്ഞ മഴ. പക്ഷെ നമ്മൾ മരുഭൂമി പറയുമ്പോൾ ചൂടുള്ള കാലാവസ്ഥയാണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷെ എല്ലാ ആവാസ വ്യവസ്ഥകളും എന്തല്ല, ചൂടുള്ള മരുഭൂമികളല്ല, മരുഭൂ കാലാവസ്ഥയല്ല. പക്ഷെ ചില അതിൽ എന്താണ് മണൽത്തിട്ടകളാണ്. ചില വ്യവസ്ഥയിൽ മണൽത്തിട്ടകളാണെങ്കിൽ ചില മരുഭൂമി ആവാസ വ്യവസ്ഥകളിൽ പാറകളാണ് അടങ്ങിയിരിക്കുന്നത്. സസ്യങ്ങൾ അവിടെ വിരളമാണ്. ഈ പ്രദേശത്ത് ധാരാളം സസ്യജന്തുജാലങ്ങൾ എന്നാലും കാണപ്പെടുന്നുണ്ട്, പക്ഷെ വിരളമായിട്ടാണ് കാണപ്പെടുന്നത്. ഭൂമിയുടെ ഏകദേശം 17% മാത്രമാണ് എന്തുള്ളത്? മരുഭൂമി ആവാസ വ്യവസ്ഥ ഉള്ളത്. കാലാവസ്ഥ, താപം എന്നിവയെ അടിസ്ഥാനമാക്കി മരുഭൂമികളെ ചൂടുള്ള മരുഭൂമി, തണുത്ത മരുഭൂമി എന്നിങ്ങനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ ചൂടുള്ള മരുഭൂമിക്ക് ഉദാഹരണമാണ് സഹാറ മരുഭൂമി, തണുത്ത മരുഭൂമിക്ക് ഉദാഹരണമാണ് ലഡാക്ക്. ഇനി ഇത്രയാണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. ഇതിൽ ഓരോന്നും നമ്മളോട് 2 മാർക്കും ചോദിക്കും. ഇനി നമ്മൾ വാട്ട് ആർ ദ അക്വാട്ടിക് അല്ലെങ്കിൽ വിച്ച് ആർ ദ അക്വാട്ടിക് എക്കോസിസ്റ്റം, ഏതൊക്കെയാണ് ജല ആവാസ വ്യവസ്ഥകൾ പ്രധാനപ്പെട്ട. അപ്പോൾ ജല ആവാസ വ്യവസ്ഥയെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം, മറ്റൊന്ന് മറൈൻ വാട്ടർ എക്കോസിസ്റ്റം അല്ലെങ്കിൽ മറൈൻ എക്കോസിസ്റ്റം എന്നാണ്. ശുദ്ധജല ആവാസ വ്യവസ്ഥയും സമുദ്ര ആവാസ വ്യവസ്ഥയും. അപ്പോൾ അതെന്താണ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം നോക്കാം. ശുദ്ധജല ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശുദ്ധജല ആവാസ വ്യവസ്ഥയിൽ ജലത്തിൽ ഉപ്പുരസം ഉണ്ടാവില്ല. സമുദ്രാവാസ വ്യവസ്ഥയിൽ ഉപ്പുരസമാണ് ഉണ്ടാവുക. അരുവികൾ പോലുള്ളത്, ഏതാണ്ട് നിശ്ചലമായ വെള്ളമുള്ളത് എന്നിങ്ങനെ ശുദ്ധജല ആവാസ വ്യവസ്ഥകളെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സമുദ്ര ആവാസ വ്യവസ്ഥയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ശുദ്ധജല ആവാസ വ്യവസ്ഥ വളരെ കുറഞ്ഞ ഏരിയയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ശുദ്ധവും ശാന്തവുമായ ആവാസ വ്യവസ്ഥ, പ്രകാശം ശരിക്ക് തുളച്ചു കയറുന്ന വെള്ളമുള്ളത്, തണ്ണീർത്തട ആവാസ വ്യവസ്ഥ എന്നിങ്ങനെ വിവിധതരം ശുദ്ധജല ആവാസ വ്യവസ്ഥകളുണ്ട്. അനേകം മത്സ്യങ്ങൾക്കും ജലജീവികൾക്കും അഭയകേന്ദ്രമാണ് ശുദ്ധജല ആവാസ വ്യവസ്ഥ.
ഇനി അതിൽ വരുന്നത് നമ്മൾ പറഞ്ഞല്ലോ മറൈൻ എക്കോസിസ്റ്റം അല്ലേ, സമുദ്ര ആവാസ വ്യവസ്ഥ. ഉപ്പുജലം കലർന്ന ആവാസ വ്യവസ്ഥയാണ് സമുദ്ര ആവാസ വ്യവസ്ഥ. ലോകത്തിലെ ഏറ്റവും സമൃദ്ധമായ ആവാസ വ്യവസ്ഥയാണ് സമുദ്ര ആവാസ വ്യവസ്ഥ. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏതാണ്ട് 70% ഏതാണ് സമുദ്രാവാസ വ്യവസ്ഥയാണ്. അതുകൊണ്ട് ഭൂമിയിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ ഏതാണെന്ന് വെച്ചാൽ ഏതാണ് സമുദ്ര ആവാസ വ്യവസ്ഥയാണ്. ഇനി ഇതിൽ വരുന്ന നമുക്ക് വെറ്റ്ലാൻഡ് അല്ലേ, വെറ്റ്ലാൻഡ് ഏതിൽ വരുന്നതാണ് ശുദ്ധജല ആവാസ വ്യവസ്ഥയിൽ വരുന്നതാണ്. തണ്ണീർത്തട പരിസ്ഥിതി ആവാസ വ്യവസ്ഥ. തണ്ണീർത്തടങ്ങൾ ഭൂപ്രദേശങ്ങൾക്കും ജലപ്രദേശങ്ങൾക്കും ഇടയിൽ പരിവർത്തനം ചെയ്യുന്ന പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഏരിയയാണ്. തണ്ണീർത്തട ആവാസ വ്യവസ്ഥ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ഒരുമിച്ച് സംഭവിക്കുന്ന വൈവിധ്യമാർന്ന ഒരു ശൃംഖലയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ആവാസ വ്യവസ്ഥ ലോകത്തിന് പ്രകൃതി കൊടുത്ത ഒരു രക്ഷാകവചം പോലെയാണ്. എന്നാൽ കൊടുങ്കാറ്റുകളെ അത് സംരക്ഷിക്കും, അതുപോലെ തന്നെ പരിസ്ഥിതി ശുചീകരണകാരിയായിട്ടത് പ്രവർത്തിക്കും, പലതരം ജീവജാലങ്ങൾക്ക് ഭക്ഷണം, ജലവിഭവങ്ങൾ എന്നിവ പ്രദാനം ചെയ്യും. അതുകൊണ്ട് തണ്ണീർത്തടങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്? ഭൂമിയുടെ വൃക്കകളെന്ന് വിശേഷിപ്പിക്കാറുണ്ട് അല്ലേ. വലിപ്പത്തിലും സവിശേഷതയിലും വലിയ വ്യാപ്തിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും തണ്ണീർത്തടങ്ങൾ പ്രത്യേക സ്വഭാവ സവിശേഷതകൾ പങ്കിടുന്നവയാണ്. ചിലത് ഘടനാപരമായ സവിശേഷതകളായിരിക്കും, എന്നാൽ മറ്റ് ചിലതിന് പ്രവർത്തനപരമായ സവിശേഷതകളാണ് ഉണ്ടാവുക. ഇത്രയാണ് തണ്ണീർത്തട ആവാസ വ്യവസ്ഥ. അപ്പോൾ അത് ആ ഒരു ചോദ്യം നമ്മളോട് 4 മാർക്കിന് എങ്ങനെ ചോദിക്കാം, നമ്മളോട് അസൈൻമെൻറ്റിന് ചോദിച്ചിരുന്നില്ല. റൈറ്റ് അബൌട്ട് വാല്യൂസ് ഓഫ് എന്താണ് വെറ്റ്ലാൻഡ്സ് ആർ ദ കിഡ്നീസ് ഓഫ് എർത്ത്, എക്സ്പ്ലെയിൻ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്, വൃക്കകളാണ്, ഇതിൻ്റെ ഭൂമിയുടെ വൃക്കകളാണ് തണ്ണീർത്തടങ്ങൾ, വിശദമാക്കുക. അങ്ങനെ അത് ഇന്ന് 4 മാർക്കിന് നമ്മളോട് പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനി നമുക്ക് അതിലെ 3ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് ദ ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റിയുടെ അളവുകൾ എന്തെല്ലാം, ജൈവവൈവിധ്യത്തിൻ്റെ അളവുകൾ എന്തെല്ലാമാണ്? ജൈവവൈവിധ്യത്തിൻ്റെ അളവുകൾ 2 വിധത്തിലാണ്. ഒന്ന് സ്പീഷീസ് റിച്ച്നെസ്, മറ്റൊന്ന് സ്പീഷീസ് ഈവൻനെസ്. എന്ന് പറഞ്ഞാൽ സ്പീഷീസ് സമൃദ്ധമായതും അല്ലെങ്കിൽ ഐശ്വര്യവും സ്പീഷീസ് തുല്യത അങ്ങനെ. അതിൽ സ്പീഷീസ് റിച്ച്നെസ് അല്ലെങ്കിൽ സ്പീഷീസ് ഐശ്വര്യപൂർണ്ണമായതെന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ കാണപ്പെടുന്ന ജീവിവർഗങ്ങളുടെ എണ്ണത്തിൻ്റെ അളവാണത്. എന്നാൽ സ്പീഷീസ് അപ്പോൾ ഇവിടെ എന്തില്ല, സ്പീഷീസുകളുടെ അളവിനെ അല്ല എണ്ണത്തെ മാത്രമാണത് കണക്കിലെടുക്കുന്നത്. എന്നാൽ സ്പീഷീസ് ഈവൻനെസ് എന്ന് പറഞ്ഞാലോ ഇതൊരു സമൂഹത്തിലെ ജീവിവർഗങ്ങളുടെ എണ്ണവും ആപേക്ഷിക സമൃദ്ധിയും കണക്കിലെടുക്കുന്നുണ്ട്. സ്പീഷീസ് തുല്യത സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് 2 അളവുകളാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന് ഷാനോൺ വെയ്നർ ഇൻഡെക്സും മറ്റൊന്ന് സിംപ്സൺ ഇൻഡെക്സുമാണ്. ഇത് 4 മാർക്കിനാണെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതണമെന്നില്ല. ഇനി അതുപോലെ നമുക്ക് എഴുതി വരുമ്പോൾ കുറച്ചാണെങ്കിൽ 2 എല്ലാം കൂടി കൊടുക്കാം. ഇപ്പോൾ ഷാനോൺ വീനർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു ആശ്ചര്യത്തിൻ്റെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ സിംപ്സൺ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വ്യക്തികളെ തരംതിരിക്കുമ്പോൾ ഏകാഗ്രതയുടെ അളവ് അളക്കാൻ വേണ്ടിയിട്ട് 1949 8H സിംപ്സൺ അവതരിപ്പിച്ചതാണ് ഇത് സിംപ്സൺ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഇനി ആൽഫ ഡൈവേഴ്സിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി വാട്ട് ആർ ദ ഹോട്ട്സ്പോട്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് ബയോഡൈവേഴ്സിറ്റിയുടെ ഹോട്ട്സ്പോട്ടുകൾ, ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ എന്താണ്? ഈ 1988 പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ നോർമാൻ മേയേഴ്സാണ് ആദ്യമായി ഹോട്ട്സ്പോട്ട്സ് എന്ന ആശയം കൊണ്ടുവന്നത്. ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ജൈവവൈവിധ്യത്തിൻ്റെയും ഭീഷണിയുടെയും നാശത്തിൻ്റെയും ഗണ്യമായ ജലസംഭരണി ഉൾക്കൊള്ളുന്ന ഒരു ബയോഗ്രാഫിക് മേഖലയാണ്. ഒരു ഹോട്ട്സ്പോട്ട് നിർണ്ണയിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം എന്താണ്? അത് എൻഡമിസവും ഭീഷണിയുടെ അളവുമാണ്. ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ ഉയർന്ന സ്പീഷീസ് സമൃദ്ധിയും ഉയർന്ന അളവിലുള്ള പ്രാദേശികതയുമുള്ള പ്രദേശങ്ങളാണ്. 2 പ്രധാന മാനദണ്ഡങ്ങളാണ് ഒരു ഹോട്ട്സ്പോട്ടിന് ഉണ്ടായിരിക്കുക. ഒരു ഹോട്ട്സ്പോട്ടിന് 2 പ്രധാന മാനദണ്ഡങ്ങളാണ് ഉണ്ടായിരിക്കുക. അതിൽ ഒന്നാമത്തത് ഗ്രഹത്തിൽ മറ്റൊരിടത്തും കാണാത്ത സസ്യജാലങ്ങളുടെ ശതമാനം കൂടുതലുണ്ടായിരിക്കുക. അതായത് ഹോട്ട്സ്പോട്ട് മാറ്റാനാകാത്തതായിരിക്കും. രണ്ടാമത്തത് അതിൻ്റെ യഥാർത്ഥ ആവാസ വ്യവസ്ഥയുടെ 70% നഷ്ടപ്പെട്ടിരിക്കണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മേഖല ഭീഷണിയിലായിരിക്കണം. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇങ്ങനെ 2ആയിട്ട് നമ്മൾ ഹോട്ട്സ്പോട്ടുകളെ തരംതിരിച്ചിട്ടുണ്ട്. ഈ 2 മാനദണ്ഡങ്ങളും CI അതിൻ്റെ ഹോട്ട്സ്പോട്ട്സ് എന്ന ഗ്രന്ഥത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. CI എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഇൻ്റർനാഷണൽ. CIയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ 36 ജൈവവൈവിധ്യ മേഖലകളാണ് ഉള്ളത്. വൈവിധ്യ മേഖലകളിൽ 36 ഉണ്ട് കേട്ടോ. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ അത്രയും പറയാം. അത്രയും കാര്യങ്ങൾ അതിൽ 4 മാർക്കിനാണെങ്കിൽ അത്രയും പറയാം. ഇനി റൈറ്റ് ആൻ എസ്സേ ഓൺ വാല്യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയുടെ വാല്യൂസാണ് നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം.
എന്താണ് ബയോഡൈവേഴ്സിറ്റിയുടെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ? വാല്യൂസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാദേശിക മേഖല ആഗോള തലത്തിൽ ജീവജാലങ്ങൾക്ക് പാരിസ്ഥിതികമായ അനേക സേവനങ്ങൾ ജൈവവൈവിധ്യം കൊണ്ട് ഉണ്ട്. പാരിസ്ഥിതിക പ്രക്രിയകളെ സംരക്ഷിക്കാനും മണ്ണ് നിർമ്മാണം, വായു ശുദ്ധീകരണം, ജല സന്തുലിതാവസ്ഥ നിലനിർത്തൽ, അതുപോലെ വർഷം മുഴുവനും നദികളും അരുവികളും ഒഴുകാൻ അനുവദിക്കുക, അതുപോലെ തന്നെ മണ്ണൊലിപ്പ് തടയാൻ ജൈവവൈവിധ്യം അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള അതിൻ്റെ പ്രാധാന്യമാണ് ഇതിൻ്റെ വാല്യൂസ് പറഞ്ഞാൽ. ഭക്ഷണം, വസ്ത്രം, വീട്, ഊർജ്ജം, മരുന്നുകൾ തുടങ്ങിയ എല്ലാ വിഭവങ്ങളും നേരിട്ടോ അല്ലാതെയോ പ്രദാനം ചെയ്യുന്നത് ഈ ബയോഡൈവേഴ്സിറ്റിയാണ്, ജൈവമണ്ഡലം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉപഭോഗ മൂല്യം എന്താണെന്ന് നോക്കുക. തടി, മരം, എണ്ണ തുടങ്ങിയ നേരിട്ടുള്ള ആവശ്യങ്ങൾ അതിൻ്റെ വാല്യൂസിൽ ഉൾപ്പെടും. ഭക്ഷണം, വസ്ത്രാഭയം, പ്രോട്ടീനുകൾ, പേപ്പറുകൾ മുതലായവ അത് പ്രദാനം ചെയ്യുന്നുണ്ട്. ജലവിഭവങ്ങൾ, മത്സ്യം എന്നിവയും അത് നൽകുന്നുണ്ട്. ഇനി പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ എന്താണ്? ഉൽപ്പാദന മൂല്യം എന്താണെന്ന് വെച്ചാലോ, കൃഷിയിലും മറ്റുപയോഗിക്കുന്ന മെച്ചപ്പെട്ട ഇനം വിളകൾ വികസിപ്പിക്കുന്നതിനോ മികച്ച കന്നുകാലികളെ വികസിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്ന സസ്യങ്ങളിലോ മൃഗങ്ങളിലോ സാധ്യതയുള്ള ജനിതക ഗുണങ്ങൾ കണ്ടെത്താനും ഗവേഷണം നടത്താനും ബയോടെക്നോളജിസ്റ്റ് ജൈവവൈവിധ്യ അല്ലെങ്കിൽ ജൈവസമ്പന്നമായ മേഖലകൾ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് പ്രൊഡക്റ്റീവ് വാല്യൂവിൽ വരുന്ന ഒന്ന്. മറ്റൊന്നൊരു ഫാർമസിസ്റ്റ് പുതിയ ഔഷധങ്ങൾക്ക് വേണ്ടി അസംസ്കൃത വസ്തുക്കൾക്ക് ജൈവമണ്ഡലത്തെ ആശ്രയിക്കുന്നുണ്ട്. വ്യവസായികൾ അവരുടെ ആവശ്യങ്ങൾക്കും കാർഷിക ശാസ്ത്രജ്ഞർ അവരുടെ ആവശ്യങ്ങൾക്കും എന്തിനെ ആശ്രയിക്കുന്നു? ജൈവവൈവിധ്യ മേഖലയെ ആശ്രയിക്കുന്നു. അതാണ് അതിൻ്റെ പ്രൊഡക്റ്റീവ് വാല്യൂ, ഉൽപ്പാദന മൂല്യം. ഇനി അതിൻ്റെ സോഷ്യൽ വാല്യൂസ് ചോദിച്ചാലോ, സാമൂഹിക മൂല്യം ചോദിച്ചാലോ, പരമ്പരാഗത സമൂഹത്തിൽ സമൂഹം ജൈവമണ്ഡലത്തെ ഏറെ ആശ്രയിക്കുന്നുണ്ട്. ജൈവമണ്ഡലത്തിൻ്റെ ഉൽപ്പാദക ഉപഭോഗ മൂല്യങ്ങൾ ഇവർ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആവാസ വ്യവസ്ഥയിലെ ആളുകൾ എന്നറിയപ്പെടുന്ന പരമ്പരാഗത ജനത അവരുടെ സാംസ്കാരിക മതപരമായ ആവശ്യങ്ങൾക്ക് കൂടുതലും പരിസ്ഥിതിയെയാണ് ആശ്രയിക്കുന്നത്. ഇനി നമ്മൾ എത്നിക്കൽ ആൻഡ് മോറൽ വാല്യൂസാണ്. ബയോഡൈവേഴ്സിറ്റിയുടെ എത്നിക്കൽ ആൻഡ് മോറൽ വാല്യൂസ്, ധാർമ്മിക മൂല്യം എന്ന് നമുക്ക് പറയാം. എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷണമാണ് ധാർമ്മിക മൂല്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ സാംസ്കാരിക പാരമ്പര്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത് ജൈവവൈവിധ്യ തന്നെയാണ്. അപ്പോൾ അതിന് എന്തുണ്ട്? സാംസ്കാരിക മൂല്യം. ഇനി എസ്തെറ്റിക് വാല്യൂ, സൗന്ദര്യാത്മക മൂല്യം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സൗന്ദര്യത്തിന് എന്താവശ്യമാണ്? ജൈവവൈവിധ്യം ആവശ്യമാണ്. ഇനി ലാസ്റ്റാണ് ഓപ്ഷൻ വാല്യൂ അല്ലെങ്കിൽ ഓപ്ഷൻ മൂല്യം എന്ന് പറയുന്നത്. ഭാവി തലമുറയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിഭവങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുക? ഓപ്ഷൻ വാല്യൂ എന്ന് പറയാം. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയുടെ വാല്യൂസ് ചോദിച്ചാൽ ഒന്ന് ഡയറക്റ്റ് വാല്യൂ ആണ്. ഫുഡിന്, മെഡിസിന്, അതുപോലെ ഇന്ധനങ്ങൾക്ക്, മരത്തിന് ഒക്കെ തടിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്നതാണെന്ത്? ഡയറക്റ്റ് വാല്യൂ. പിന്നെ ഇൻഡയറക്റ്റ് വാല്യൂസ് ഉണ്ട്, അങ്ങനെ പറയാം. നോക്കി അതൊക്കെയാണ് എക്കോസിസ്റ്റം സർവീസുകൾ, അതുപോലെ സോഷ്യോ കൾച്ചറൽ റിലീജിയസ് സർവീസുകൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അതൊക്കെ. പിന്നെ മൂന്നാമത് അതേഴ്സാണ്. അതിലാണ് ഇത് വരിക? എസ്തെറ്റിക്, സൗന്ദര്യാത്മക മൂല്യം, എത്നിക്കൽ അല്ലെങ്കിൽ ധാർമ്മിക മൂല്യം, ഓപ്ഷൻ മൂല്യം, ഓപ്ഷൻ വാല്യൂ ഒക്കെ അതിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ 2 യൂണിറ്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ബ്ലോക്കിലെ 2ഉം 3 യൂണിറ്റുകൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ എന്തുകൂടി ഒന്ന് നോക്കാം. 4ാമത്തെ യൂണിറ്റ് കൂടി ഒന്ന് നോക്കാം കേട്ടോ. 4ാമത്തെ യൂണിറ്റ് ഇന്ത്യ ആസ് എ ബയോഡൈവേഴ്സിറ്റി നാഷൻ എന്നാണ്. ഇന്ത്യ ജൈവവൈവിധ്യമുള്ള ഒരു രാഷ്ട്രം എന്നാണ് അതിൽ പേര് തന്നെ. അപ്പോൾ അതിൽ നമ്മളോട് പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിലെ പ്രധാന ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണെന്ന്. ഭൂമിശാസ്ത്രപരമായ വിസ്തീർണം അനുസരിച്ച് ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ 17 മെഗാ വൈവിധ്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ആഗോളതലത്തിൽ കണ്ടെത്തിയ 34 ഹോട്ട്സ്പോട്ട്സുകളിൽ 4 ഉള്ളത് എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 4 ഹോട്ട്സ്പോട്ടുകൾ? ഒന്ന് ഹിമാലയ. ഇതിൽ ഇന്ത്യൻ ഹിമാലയൻ പ്രദേശങ്ങൾ മുഴുവനും ഉൾപ്പെടും. ഹിമാലയ ഹോട്ട്സ്പോട്ടിൽ 500 മീറ്ററിൽ താഴെ മുതൽ 8000 മീറ്ററിൽ കൂടുതൽ വരെ ഉയരമുള്ള ഹിമാലയൻ പർവ്വത നിരകൾ വിവിധ ആവാസ വ്യവസ്ഥകളെ പിന്തുണക്കുന്നുണ്ട്. രണ്ടാമത്തത് ഇൻഡോ ബർമ. അന്തമാൻ ദ്വീപ സമൂഹങ്ങൾ ഒഴികെയുള്ള ഇന്ത്യയിലെ വടക്കുകിഴക്കൻ മേഖല മുഴുവൻ ഏതിൽ വരും? ഇൻഡോ ബർമൻ ഹോട്ട്സ്പോട്ടിൽ വരും. മൊത്തം ഭൂമിശാസ്ത്രപരമായ വിസ്തീർണമുള്ള ലോകത്തിലെ അംഗീകൃത 36 ഹോട്ട്സ്പോട്ടുകളിൽ ഏറ്റവും വലുതാണ് ഏത്? ഇൻഡോ ബർമൻ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. വിവിധതരം വനമേഖലകളാണ് പ്രധാനമായിട്ടും ഈ ഇൻഡോ ബർമൻ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുന്നത്. ഇനി വെസ്റ്റേൺ ഘാട്ട്സ് ആൻഡ് ശ്രീലങ്കയാണ്. പശ്ചിമഘട്ടവും ശ്രീലങ്കയും മൂന്നാമത്തത്. പശ്ചിമഘട്ടം മുഴുവനും ഈ പശ്ചിമഘട്ട
ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടും. പശ്ചിമഘട്ടത്തെ തദ്ദേശീയമായി വിളിക്കുന്ന പേരാണ് സഹ്യാദ്രി എന്നത്. ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കാൻ പറയാൻ കേട്ടോ. നിരവധി പ്രകൃതിദത്ത വിടവുകളും ചുരങ്ങളും പർവ്വതനിരയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇതിലേറ്റവും വീതിയുള്ളത് 24 to 30 കിലോമീറ്ററാണ്. ഇതിനെ പാലക്കാട് വിടവ് എന്നാണ് വിളിക്കുന്നത്. ഇനി നാലാമത്തത് സെൻഡാലാൻഡ്സ് ആണ്. സെൻഡാലാൻഡ്സ് മാത്രം 2 മാർക്കിന് ചോദിക്കലുണ്ട് കേട്ടോ. അതും ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ് ഇന്ത്യയിലെ സെൻഡാലാൻഡ്സ്. ഇന്തോനേഷ്യൻ ദ്വീപസമൂഹത്തിൻ്റെ പടിഞ്ഞാറൻ പകുതിയിലുള്ള ഏകദേശം 17,000 ദ്വീപുകളുടെ ഒരു കൂട്ടത്തെയാണ് സെൻഡാലാൻഡ് ഹോട്ട്സ്പോട്ട് ഉൾക്കൊള്ളുന്നത്. കൂടാതെ ഏഷ്യക്കും ഓസ്ട്രേലിയക്കിടയിലുള്ള പാദത്തിൽ ഏകദേശം 5,000 കിലോമീറ്ററും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കിഴക്ക് വാലേഷ്യ, പടിഞ്ഞാറ് ഇൻഡോ ബർമ, വടക്ക് ഫിലിപ്പീൻസ് എന്നീ 3 ഹോട്ട്സ്പോട്ടുകളോട് ചേർന്നതാണ് ഏത് സെൻഡാലാൻഡ് ഹോട്ട്സ്പോട്ട്. ഇതിൻ്റെ ഭൂപ്രകൃതി ഉയർന്ന മലനിരകളെ ഉൾക്കൊള്ളുന്നു. ഇതിൻ്റെ സെൻഡാലാൻഡ് ഹോട്ട്സ്പോട്ടിൻ്റെ അത് മാത്രം ചോദിക്കാറുണ്ട് കേട്ടോ. 2 മാർക്കിനായിട്ടും 4 മാർക്കിനായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഇനി അതിൽ 5ാമത്തെ യൂണിറ്റിൽ നിന്ന് നമ്മളോട് ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് എന്ത്, വാട്ട് ഈസ് പോച്ചിങ് വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലേ, എന്താണ് വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞിട്ട്. അത് അതിൽ അതിനെ വൈൽഡ് ലൈഫിനെ കുറിച്ചാണ് അവിടെ നമ്മളോട് പറയാം. അപ്പോൾ അതിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സാങ്ച്വറി ആയിട്ട് നിൽക്കട്ടെ, അത് വേറൊരു ചാപ്റ്ററിൽ വരുന്നുണ്ട്, അവിടെ നമുക്ക് പറയാം. റെയർ സ്പീഷീസിനെ കുറിച്ച് ചോദിക്കും. എന്താണ് റെയർ സ്പീഷീസ്, അപൂർവ ഇനം എന്ന് പറയുന്ന ജീവിവർഗം ഏതാണ്? ഇത്തരത്തിലുള്ള സ്പീഷീസുകൾ അടിസ്ഥാനപരമായിട്ട് അപൂർവമായി കണ്ടുമുട്ടുന്ന സ്പീഷീസുകളാണ്. ഈ പദവി നൽകുന്നത് സംസ്ഥാന സർക്കാരുകളോ അല്ലെങ്കിൽ പ്രവിശ്യകളോ ഏത് റെയർ ആണെങ്കിൽ റെയർ സ്പീഷീസ് എന്നുള്ള പദവി കൊടുക്കുന്നത് അപൂർവ ഇനങ്ങളെ വംശനാശന ഭീഷണിയുള്ള ജീവികളായി കണക്കാക്കുന്നുണ്ട്. കാരണം ഒരു ചെറിയ വിഭാഗത്തിന് പരിസ്ഥിതി ദുരന്തങ്ങളിൽ നിന്ന് കരകയറാൻ അവയിലൊരു ചെറിയ വിഭാഗത്തിന് പരിസ്ഥിതി ദുരന്തങ്ങളിൽ നിന്ന് കരകയറാൻ സാധ്യമല്ല. ദ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN പ്രകൃതി സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര യൂണിയൻ ഒറ്റപ്പെട്ട ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ജീവിവർഗങ്ങളെ സൂചിപ്പിക്കാനാണ് അപൂർവം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഇവയെ വംശനാശ ഭീഷണി നേരിടുന്നവയായിട്ട് അവർ തരംതിരിച്ചിട്ടില്ല. പക്ഷേ ലോകത്തിലെ ഏറ്റവും അപൂർവമായ ജീവികളെ IUCN തരംതിരിച്ചത് റെഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പേരിലാണ്. ആ റെഡ് ലിസ്റ്റ് അനുസരിച്ചാണ് പിന്നീട് റെഡ് ഡാറ്റ ബുക്കൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. 3ാമത്തെ ബ്ലോക്കുമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അതിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഓക്കെ, താങ്ക്സ്.